താജ്മഹലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചരിത്ര സ്മാരകം ഒരിക്കലെങ്കിലും നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കണം. ഉത്തർപ്രദേശിലെ ആഗ്ര ഫോർട്ടിന്റെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറണം. ഇതിന്റെ അകത്തേക്ക് മൈക്ക്, സ്റ്റിക്ക് ഇത് രണ്ടും അലോഡല്ല. എന്തായാലും നമുക്ക് അതൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറി ആ കാഴ്ചയിലേക്ക് ഒന്ന് കാണാം. ഓക്കെ. അകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഒരു കവാടമാണിത്. കാഴ്ചയിൽ രാജകീയ പ്രൗഢിയുള്ള ചുവന്ന മണൽക്കല്ലിൽ പണിതിരിക്കുന്ന അതിമനോഹരമായ ഒരു കവാടം. താജ്മഹലിൽ എത്രമാത്രം സഞ്ചാരികൾ വരുന്നുണ്ടോ അതുപോലെ തന്നെയാണ് ആഗ്ര ഫോർട്ടിലും. ആയിരത്തി 573 യമുന നദിക്ക് സമാന്തരമായി അക്ബർ ചക്രവർത്തി നിർമ്മിച്ച കോട്ടയാണ് ആഗ്ര ഫോർട്ട് അഥവാ റെഡ് ഫോർട്ട്. സ്വർണം ഉൾപ്പെടെയുള്ള പല വില കൂടിയ ലോഹങ്ങളും വജ്രക്കല്ലുകളും കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗമാണ് കോട്ടയുടെ പ്രധാന സ്ഥലം. ജഹംഗീർ മഹൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വർണം കൊണ്ട് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരുന്ന ഈ ചുമരുകളെല്ലാം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി കൊള്ളയടിക്കപ്പെട്ടു. 400 വർഷം മുൻപ് ഒരു ആധുനിക സംവിധാനവുമില്ല, ആധുനിക ടെക്നോളജി ഇല്ല, ഒരു മെഷീൻ പോലും ഇല്ലാതെ മനുഷ്യന്മാരുടെ കലാപരമായ കൊത്തുപണികളിലൂടെ നിർമ്മിച്ച ഈ കോട്ട എന്നും അത്ഭുതത്തോടുകൂടി മാത്രമേ ഒരു സഞ്ചാരിക്ക് നോക്കിക്കാണാൻ സാധിക്കൂ. ആഗ്ര നഗരത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ആഗ്രയിൽ നിന്നും ഇനി പോകുന്നത് വാരണാസിയിലേക്കാണ്. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന വാരണാസിയുടെ കാഴ്ചകളുമായി ഉടൻ തന്നെ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വാരണാസിയുടെ കാഴ്ചകളുമായിട്ട് അവസാനത്തെ എപ്പിസോഡ് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, സി യു, ലവ് യു.